സീതാ ദുഃഖത്തിൻ്റെ ആഴങ്ങളെ ഭൂമിയുടെ തന്നെ വേദനകളാക്കി പരിവർത്തിപ്പിക്കുന്ന കവിത ശ്രീ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ പാവക്കൂത്ത്. അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമാ. 7 നാവാലുമെന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ്. ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിപ്പൂ. ഇനിയും പരീക്ഷിക്കിൽ അഗ്നിചാരമായി പോമേ. ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ. ഞാൻ ശപിക്കില്ല, സർവം സഹതന്മകളല്ലോ സീത. ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുന്നോൾ ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത വീരശൂരനാം ജിതേന്ദ്രിയൻ എൻ പ്രിയതമൻ. കളിയായി പോലും പൊളിവാക്കുരിയാടിയിടാത്തോൻ, പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ, കാമജവ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമനെ കൊടും കാട്ടിലേക്കയച്ചവരാരെ. രാക്ഷസർ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമന്നു വനവാസമെന്നതാരുടെ ബുദ്ധി. രുദിതാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തി പാടിക്കേൾക്കേ. നാളെ മറ്റൊരു കവി പാടിടാം രാമായണം. ജീവിതം ഒരു പാവക്കൂത്തിൻ്റെ പാഠാന്തരം. കുലർവില്ലുമായി ഇടിമിന്നലായി ആ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായുന്ന നാളിൽ നാഥാനിൻ തൃക്കാലടി പറ്റിയന്നൊഴുകിയൊരേകവേണിയാം കാട്ടുപുഴയെ മറന്നുവോ? ഋതുവായതുപോലും ഭർതൃഗേഹത്തിൽ വെച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നിലേ. മൈഥിലി മനോഹരി എന്നു നീ തഴുകിയൻ മെയ്യാകെ കുളിർ കോരിച്ചൊരിഞ്ഞതോർമ്മിക്കുന്നേൻ. പെറ്റുവീണപ്പോൾ തന്നെ ഭൂമിയിലുപേക്ഷിക്കപ്പെട്ടവൾ, ജനകനാലെടുത്തു വളർത്തവൾ. ഋതുവായിടും മുമ്പേ രാജന്യകുമാരന്റെ ദൃഢബാഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടവൾ. പ്രാണനും തൃണമാക്കി ചാരിത്ര്യം സംരക്ഷിച്ചോൾ. പ്രാണനാഥന്റെ സന്ദേഹാഗ്നിയിലുരുകിയോൾ. അഗ്നിശുദ്ധയായെന്നു മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോൾ. ഇനി ഏതഗ്നിയിലാണ് ആത്മശുദ്ധി എന്നാഥ? ഇനി ഏതാഹവനിലാഗ്നിയിലുരുകേണ്ടു? ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണച്ഛൻ. 2 പുത്രഗർഭത്തെ ത്യാഗം ചെയ്കയോ പുത്രൻ? പെണ്ണ് കണ്ണീരും കൊണ്ട് പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം? കണ്ണീരും കൊണ്ടു പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം?